പ്രഭാതത്തിൽ ഏകദേശം രാവിലെ 8 മണി 8:30 ആയ സമയത്ത് തന്നെ ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റു. സൂര്യൻ ഉദിച്ചു തുടങ്ങി. അപ്പോൾ സൂര്യോദയത്തിന് മുന്നേ ഈ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഹോസ്റ്റലിൽ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് നമുക്കധികം നേരത്തെ എഴുന്നേൽക്കാൻ സാധിച്ചില്ല. ഇതൊക്കെ നമ്മുടെ ഇളനാട് വീടിൻ്റെ മുന്നിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണ്. ഈ റൂട്ടിലൂടെ ഒരുപാട് വർഷങ്ങളായി യാത്ര ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് നേരം ഈ റൂട്ടിലൂടെ നിന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. വണ്ടിയൊന്നും എടുത്തില്ല, നടന്നാണ് പോയത്. അങ്ങനെ മുന്നോട്ട് ചെല്ലുന്തോറും സൂര്യൻ്റെ ശോഭ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. രണ്ട് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇത് കാലഘട്ടത്തിൽ നമ്മൾ നടന്നുപോയ അതേ വഴി പോലെ തന്നെ തോന്നുന്നു. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പണ്ട് ഇവിടെ ഈ കല്ലിട്ട റോഡായിരുന്നു. ഇപ്പോൾ അത് ടാർ ചെയ്തു എന്ന് മാത്രം. പിന്നെ അതുകൂടാതെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പടിയുള്ള ഒരു 2 നില വീട് പുതിയതായിട്ട് വന്നിട്ടുണ്ട് എന്നല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും ആ വഴിക്ക് വന്നിട്ടില്ല. ഇവിടെയൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ പുല്ലരിയാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് യാത്ര ചെയ്ത ഇടമാണ്. അപ്പോൾ അങ്ങനെ ഈ വഴിയിലൂടെ വീണ്ടും അങ്ങനെ ഒരു പ്രഭാതത്തിൽ നടന്നു വരാൻ സാഹചര്യം ഉണ്ടായി. രാത്രി കഴിഞ്ഞ ഒരു രക്ഷയില്ലടേ. രാത്രി ആയി കഴിഞ്ഞാൽ ഈ വഴിക്കൊന്നും നടന്നു വരാൻ പറ്റില്ല. കാരണം ഇവിടെ വഴിവിളക്കുകളും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയൊക്കെ നല്ല പാമ്പൊക്കെ ഉള്ള സ്ഥലമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്കൊക്കെ പാമ്പ് പാസ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. പിന്നെ ഇപ്പോഴൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ തന്നെയും ഈവനിങ്ങും ഏകദേശം ഇതേപോലെ തന്നെയാണ് ഈ വഴിയിലൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലം നമ്മുടെ സാജു എന്ന് പറയുന്നൊരു ചേട്ടൻ്റെ ഒരു സ്ഥലമാണ്. പിന്നെ ഈ സൈഡിൽ നിൽക്കുന്ന ശീമക്കൊന്നയൊക്കെ അന്നും ഉണ്ട്. ഹോസ്റ്റലും ബുക്കൊക്കെ അങ്ങനെ പ്രഭാതത്തിൻ്റെ കിരണങ്ങൾ മുഖത്തേക്കൊക്കെ അടിച്ച് അവർ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഹോസ്റ്റിൻ്റെ കാറൊക്കെ ഓടിച്ചിട്ടുള്ളൊരു ഈ നാട്ടുമ്പുറത്തെ വേലികളിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ചെടിയാണ് ഈ ചെടി. ഇതിൻ്റെ ഇവിടെ പേര് കൊങ്ങിണിക്കായ എന്നൊക്കെയാണ് പറയുക. പക്ഷെ ഇതിൻ്റെ നല്ല രസമാട്ടോ അതിൻ്റെ കായയുടെ ടേസ്റ്റും അതുപോലെ ഈ ഇതിൻ്റെ ഇലയും പൂവൊക്കെ. അതിനിടയിൽ ഞങ്ങൾ വേറെ സൈഡിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു കുളം കണ്ടു. അതിൽ ആമ്പലൊക്കെ വളർന്നു നിൽക്കുന്നത് വളരെ മനോഹരമായിരുന്നു. അതൊക്കെ പകർത്താൻ ഈ പ്രഭാതത്തിൽ സാധിച്ചു. ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെയാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. അത് ഇൻസൈഡിൽ ഞാൻ സൈഡായിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സൈഡിൽ റബ്ബറൊക്കെ വെച്ചിട്ട് പാടങ്ങളൊക്കെ നികത്തി വളരെ മനോഹരമായ ഒരു ഗ്രാമീണ ഭംഗി തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് തന്നെ പറയാം. ഈ റബ്ബർ നിൽക്കുന്ന സ്ഥലമൊക്കെ ആദ്യം പാടം തന്നെയായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെ അതൊക്കെ ഓരോ ആൾക്കാരുടെ കയ്യിൽ വന്നു പോകുമ്പോൾ അവർ നെൽപ്പാടങ്ങൾ നികത്തി റബ്ബറൊക്കെ വെച്ചു. അങ്ങനെ വരുമാനം വേണ്ടേ? നമ്മുടെ നെല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നാൾ കാത്തിരിക്കണം. ഇതിപ്പോൾ 10 വർഷം കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങളങ്ങനെ യാത്ര തുടങ്ങും. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല എനർജി ഉണ്ടായിരുന്നു നടന്നു കഴിഞ്ഞപ്പോൾ. കൊയ്ത്തൊക്കെ കഴിഞ്ഞു. അങ്ങനെ പാടം തരിശായി കിടക്കുകയാണ്. ശരിക്കും നല്ലൊരു ഗ്രാമീണ ഭംഗി തങ്ങി നിൽക്കുന്ന ഇടം. അപ്പോഴാണ് നല്ലൊരു ദൃശ്യം നമുക്ക് വെളിവായി വന്നത്. ഒരു മയിലിനെ കണ്ടു. മയിൽ പീലിന്ന് മടത്തി ടച്ച് മീ നോട്ട് എന്ന് പറയുന്ന നമ്മുടെ തൊട്ടാവടിയെ തൊടാൻ വേണ്ടി പോകട്ടെ ഞാൻ. എല്ലാവരും ഉറങ്ങി കണ്ടോ? എല്ലാവരും ഉറങ്ങി പോവാ. ഇതൊക്കെ ഉറങ്ങാൻ നോക്കാം. അവരും ഉറങ്ങി. ഇത് ഞങ്ങൾ നടന്നു വന്ന വഴിയിൽ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഇവിടെയും കുറെ തൊട്ടാടി ഉണ്ട് കേട്ടോ. എല്ലാവരും തൊട്ട് നോക്കുക. കണ്ടോ? കൈയുണ്ടോ? ചോര വന്ന് കൈ കൂടെ കുഞ്ഞിന്റെ. അതിനും തൊട്ട് നോക്കട്ടെ. അത് ഇതായിപ്പോയി. കമ്മ്യൂണിസ്റ്റ് വെച്ചുണ്ടോ? ഈ തൊട്ടാവാടി ചെടികൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു മരത്തിൽ നിന്നുണ്ടായി വരുന്ന നല്ലൊരു പൂവാണ്. ഇത് എന്തിൻ്റെ പൂവെന്ന് എനിക്കറിയില്ല. അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. ഈ പൂവ് നിൽക്കുന്നതും ഈ മരം നിൽക്കുന്നതൊക്കെ ഒരു ചെറിയൊരു തോടിൻ്റെ സൈഡിലാണ്. മഴക്കാലത്ത് ഈ തോട്ടിലൂടെ വെള്ളം വളരെ സ്പീഡിൽ വരുന്നൊരു ഇടം കൂടിയാണ് ഇത്. പണ്ട് 10-25 വർഷം മുന്നേ പോകുമ്പോഴും ഇതേപോലെ തന്നെയാണ് ഈ തോട് കാണുന്നതും. ഇപ്പോഴും അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള വരമ്പൊക്കെ. പക്ഷേ അതിൻ്റെ മുകളിലുള്ള സ്ഥലവും ബാക്ക് സൈഡിലുള്ള സ്ഥലമൊക്കെ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രഭാതത്തിലെ കാഴ്ചകൾ. അപ്പോൾ ഈ സ്ഥലത്ത് എത്തിച്ചേരണമെങ്കിൽ വാണിയമ്പാറയിൽ നിന്നും എളനാട് പോകുന്ന റൂട്ടിൽ തിരുമണിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ഈ റോഡിലേക്ക് വരാം. പിന്നെ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.